ഇതാവുമ്പോൾ അങ്ങനെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവും. ഹലോ ഗായ്സ്, എന്തൊക്കെയാണ് നിങ്ങളെ വിശേഷം? സുഖമാണോ? അപ്പോൾ ഇന്നത്തത് എൻ്റെ ഒരു കുട്ടി വ്ളോഗാണ്. എന്താണെന്നൊക്കെ നിങ്ങൾക്ക് ഏകദേശം പിടികിട്ടിയിട്ടുണ്ടാകും അല്ലേ? ഗോൾഡ് കാണാൻ, വാങ്ങാൻ, ഇടാൻ എല്ലാം ഇഷ്ടമല്ലേ എല്ലാവർക്കും? സത്യം പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടം തന്നെയാണ്. ഉള്ളത് പറയുന്നതിന് എന്താണ്. അപ്പം നമുക്ക് റാസൽ ഗെയിമിലുള്ള മലബാർ ഗോൾഡിൽ കയറിയിട്ട് നല്ല മൊഞ്ചുള്ള മാലയൊക്കെ കണ്ടൂടെ? അപ്പം ഞാൻ നല്ല അടിപൊളി മാല കാണിക്കാൻ പോകുന്നുണ്ട്. കാണിക്കാം. ഞാനിപ്പം കാണിക്കുന്ന ഈ മാല നെക്ലേസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ അറബിക് മോഡലാണ് പോലും. റബ്ബലാലമീനായ തമ്പുരാനെ എന്തെല്ലാം പേര്, റബ്ബേ എല്ലാ ഗൾഫ് രാജ്യത്തിൻ്റെ പേരുണ്ട്. അങ്ങനെ ബഹ്റൈൻ മോഡലുണ്ട് പോലും. ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. ഗോൾഡ് കുറേ കണ്ടിട്ടുണ്ട്, റബ്ബ് സൈസിട്ട് വാങ്ങിയിട്ടുണ്ട്, പക്ഷെ ഇങ്ങനെയുള്ള പേരൊന്നും നടക്കാറില്ലേനും. ബഹ്റൈൻ മോഡൽ, അറബിക് മോഡൽ ഞാൻ ആദ്യമായിട്ട് ഇതാ ഈ ജ്വല്ലറിയിൽ നിന്ന് കേൾക്കുന്നുണ്ട്. പിന്നെ നല്ല വൃത്തിയുണ്ട്. ഇവർ പറഞ്ഞ് പിന്നെ നല്ല വൃത്തിക്കുള്ളത് കിട്ടുമെന്നും. അങ്ങനെ അത് കാണട്ടെ എന്ന് വിചാരിച്ചിട്ട് ആ ഒരു ഭാഗത്തേക്ക് വന്നതാണ്. പിന്നെ എന്നെപ്പോലെ ആദ്യമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെയുള്ള പേരുകളൊക്കെ കേൾക്കുന്നുണ്ടെങ്കിൽ അവിടെ ഒന്ന് കമൻ്റ് ആക്കിക്കേ. പിന്നെ അതേപോലെ തന്നെ ഇനി അടുത്തത് ബഹ്റൈൻ മോഡൽ മാല കാണിക്കുന്നുണ്ട് മക്കളെ. അവരെടുക്കാൻ പോയിട്ടുണ്ട്, കാണിച്ചു തരാം. നിങ്ങൾ അവിടെ വെയിറ്റാക്കി. ഇതാണ് പോലും ബഹ്റൈൻ മോഡൽ. ഒക്കെ പേര് കേട്ടിട്ടുണ്ട്. റബ്ബലാലമീൻ തമ്പുരാൻ അത്ഭുതം തോന്നിക്കുന്നത് ആദ്യമായിട്ട് കേട്ടോണ്ടാണ്. ഇനി ഇവർ ഗോൾഡിൻ്റെ കാര്യങ്ങൾ പറയുന്നത് കേട്ടിട്ട് ഞാൻ വോയിസ് കൊടുക്കാം കേട്ടാ. ഉള്ളിൽ നിൽക്കാൻ ചാൻസ് ഉണ്ടാവും. ഇതൊക്കെ ഇവിടെ ആവുമ്പോ ഫുള്ള് ഇൻസൈഡ് ഇതാവുമ്പോ അങ്ങനെ നിൽക്കാനുള്ള സ്ഥലം ഉണ്ടാവില്ല ഫുള്ള്. ഇത് പൊതുവേ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നില്ലല്ലോ, ഓൺലി ഫംഗ്ഷൻ വരാം. അപ്പൊ അത്ര ഒരു ഡസ്റ്റ് കാര്യങ്ങളൊക്കെ കൊണ്ട് കയറില്ല. നമുക്ക് ഇത് വെയിറ്റ് കൂടുതൽ 5 പൗണ്ട് ഉണ്ടാവും. 4 പൗണ്ട് ഉണ്ട്. ഇതിനാണ് വെയിറ്റ് കൂടുതൽ. അതുകൊണ്ട് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറഞ്ഞത്. നിങ്ങൾ സ്കിന്നിന്റെ മുകളിൽ ഇങ്ങനെ ഇടുമ്പോൾ അത് ഈ ഗ്യാപ്പ് കാണില്ല, അത് കറക്റ്റ് കവർ ആവുന്നത്. നിങ്ങൾ ഇടുന്നില്ല, ഇങ്ങനെ ഇടുമ്പോൾ ഉള്ളിൽ ബാക്ക് സ്കിന്നിന്റെ കവർ ആവുന്നത്. അങ്ങനെ ഇതാണ് ബഹ്റൈൻ മോഡൽ കേട്ടാ. നല്ലുണ്ട്. നിങ്ങൾക്ക് ഏതാണ് ഇഷ്ടമായത് ഒന്ന് അവിടെ കമൻ്റ് ആക്കിക്കോളൂ. ഇഷ്ടംപോലെ സ്പേസ് ഉണ്ടല്ലോ കമൻ്റ് ആക്കാൻ. പിന്നെ ഞാൻ ഏത് മാലയും എടുക്കാൻ പോകുന്നത് അത് ഞാൻ കാണിക്കുന്നുണ്ട്, ഒന്ന് വെയിറ്റ് ആക്കണേ. അങ്ങനെ ഡയമണ്ട് ഇഷ്ടമുള്ളവരുണ്ടാവുമല്ലേ, അവർക്ക് അടിപൊളി ഡയമണ്ടിലെ നെക്ലേസ് മാലയ്ക്ക് വരുന്നുണ്ട്. ഞാൻ പിന്നെ പൊതുവേ ഡയമണ്ട് എടുക്കാത്ത ഒരാളാണ്. ഇടുന്നവർക്കൊക്കെ നല്ല തന്നെയാണ്, നല്ല ഡിസൈൻ ഉണ്ട്. ഞാനിതൊന്ന് കഴുത്തിന് ഒന്ന് വെച്ച് നോക്കട്ടെ, അതിൻ്റെ ഒരു ഭംഗി കിട്ടാൻ കഴുത്തിനെല്ലാം വെച്ച് നോക്കിയാലോ ഒന്ന്. നല്ല വൃത്തിയുണ്ട്, മാഷാഅല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇത് ഡെയിലി ഒന്നും ഇടൊന്നും ചെയ്യില്ല, കല്യാണ ആവശ്യത്തിന് അന്ന് നമ്മളിങ്ങനെയുള്ള മാലകളൊക്കെ ഇടല്ലേ. പിന്നെ അപ്പം അങ്ങനെ കിട്ടുമെന്ന് വിചാരിച്ച് പിന്നെ ഈ ഒരു അറബിക് മോഡൽ തന്നെയാണ് ഞാൻ എടുത്തത്. ഞാൻ പൊതുവെ ജ്വല്ലറിയിലെല്ലാം വന്നാൽ ഒക്കെ കുറേ നോക്കണം, ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാക്കും. അധികം വളൻ്റെ ബാക്കിലാണ് ഞാൻ പോവാറ്. വള എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൈ നിറച്ചിടാൻ, മാഷാഅല്ലാഹ്. പിന്നെ അപ്പം ഇത്തവണ ഞാൻ ജ്വല്ലറി കയറിയിട്ട് വേഗം ഇത് തന്നെയാണ് എടുത്തത്. ഇവർ പറഞ്ഞ അറബിക് മോഡൽ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വിചാരിച്ചു അതെങ്കിലും അതായിട്ട് വിചാരിച്ച് കുറേ നോക്കാനും നിന്നിട്ടില്ല. എങ്ങനെയായാലും കുഴപ്പമൊന്നുമില്ല, പൊന്നല്ലേ. അങ്ങനെ അതങ്ങ് എടുത്ത്. പിന്നെ എന്താണെന്ന് വെച്ചാൽ പിന്നെ ഒരു കാര്യം പറയട്ടെ, കഴിയുന്നതും ഗോൾഡൊക്കെ വാങ്ങി വെക്കാൻ വേണ്ടിയിട്ട് നോക്കുക. നമ്മളെ കൊണ്ട് പറ്റുന്നത് വാങ്ങി വെക്കുക. അതിപ്പോൾ 1 ഗ്രാമായാലും 2 ഗ്രാമായാലും 3 ഗ്രാമായാലും എത്രയാണോ പിന്നെ വാങ്ങാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ അതപ്പോൾ നമുക്ക് തിരിച്ചു കൊടുത്താൽ പൈസ ഇതിൽ കിട്ടുമല്ലോ. പിന്നെ എന്താണ്, ഗോൾഡിനൊക്കെ ദിവസം കഴിഞ്ഞാൽ വില കൂടുകയേ ചെയ്യുന്നുള്ളൂ. ഇനി കുറഞ്ഞാൽ തന്നെ അത്രയൊക്കെ കുറയുമല്ലേ. ഈ മാലക്ക് വലിയ ലെങ്ത് എന്തായാലും കിട്ടൂല. എന്നിട്ട് ഞാൻ ഇവരോട് പറഞ്ഞ് നിങ്ങൾ ചരട് തരണേന്ന് പറഞ്ഞു. അത് എനിക്ക് ഓർമ്മ വന്നുകൊണ്ട് രക്ഷയായി. കാരണം എനിക്ക് നാട്ടിലെത്തിയാൽ കല്യാണമൊക്കെ ഉണ്ട് ഇൻഷാ അല്ലാഹ്. പിന്നെ ഇവരോട് കൈയോട് ചോദിച്ച് വാങ്ങി. പിന്നെ മാലക്ക് വലിയ ലെങ്ത് ഉണ്ടാവില്ല, എന്തായാലും ഇങ്ങനെ വീട്ടുകാർക്കൊക്കെ ഇങ്ങനെ നടുക്ക് കെട്ടിക്കൊടുക്കുന്നില്ലേ മാല, അത്രയുണ്ട് ഈ ലെങ്ത്ത്.
ഹിമാലയൻ്റെ. അപ്പോൾ പിന്നെ അതങ്ങനെ അവരോട് വാങ്ങിച്ച് ഇതിൻ്റെ ഇടയിൽ കൂടി ഞാൻ എന്ത് ചെയ്തതെന്നറിയുമോ, വള ഉണ്ടല്ലോ, വള നോക്കാൻ വേണ്ടിയിട്ട് ആ ഒരു ഭാഗത്തേക്ക് കയറി. നല്ല നല്ല അടിപൊളി വളകളൊക്കെ നല്ല രസമായിട്ട് കാണാൻ. പിന്നെ വള വാങ്ങുമ്പില്ലേ ഈ കളറിൽ വരുന്നുണ്ടല്ലോ, അങ്ങനത്തെ വള എടുക്കണം വാങ്ങുന്നവരാണെങ്കിൽ കേട്ടാ. പിന്നെ നല്ല രസമുണ്ടാവും, കൈക്കിട്ടാൽ കാണാൻ നല്ല വൃത്തിയായിരിക്കും. അങ്ങനെ ആ ഒരു മല വാങ്ങിച്ച് പിന്നെ ഇനി നമുക്ക് അടുത്തൊരു ഷോപ്പിലും കൂടി കയറാനുണ്ട്. അതായത് ഇന്ന് തന്നെ എല്ലാം തീർക്കണം. ചോക്ലേറ്റ് അത് ഇതൊന്നും വാങ്ങിച്ചിട്ടില്ല, നല്ല തിരക്കാണ്. പിന്നെ പെട്ടി ഒന്നും കിട്ടീനൊന്നുമില്ല. അപ്പോൾ ഇവർ പിന്നെ തിരക്കാക്കുന്നുണ്ട്, എൻ്റെ വീഡിയോ ഒന്നും എടുക്കണ്ടെന്നെല്ലാം പറഞ്ഞു. ഞാൻ പറഞ്ഞ അടുക്കള വീഡിയോ എടുക്കട്ടെ, കുറച്ചെല്ലാം എടുക്കട്ടെ എന്നിട്ട് ഇങ്ങനെ എടുത്തിയാന്ന് കേട്ടോ. ഇവർ കാണാണ്ട് ഒന്നാമത് സമയമില്ലല്ലോ, തിരക്കായിപ്പോയില്ലേ. അങ്ങനെ ഒരു കുടക്ക് നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങോട്ട് പറഞ്ഞല്ല, നമ്മൾ പൊതുവെ ചോദിക്കല്ല എന്താണ് വേണ്ടതെന്ന്. അപ്പോൾ ഉപ്പാക്കൊരാഗ്രഹം കുട വേണമെന്ന്. അപ്പോൾ പൊതുവെ കുട എനിക്ക് ചെരുപ്പ് അങ്ങനെ പറയാറുള്ളൂ. പിന്നെ അപ്പോൾ കുട വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷോപ്പിൽ കയറിയത്. പിന്നെ കുറച്ച് ചോക്ലേറ്റ്. അങ്ങനെ ലാസ്റ്റ് കുട കിട്ടി. എന്നിട്ട് ഞാനെന്ത് ചെയ്ത അതിൻ്റെ ഇടയിൽ കൂടി അടുക്കളയിൽ വരുന്ന കിച്ചൻ്റെ പാത്രം നോക്കിട്ട് എന്നിട്ട് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇവരിങ്ങനെ വിളിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. പിന്നെ അങ്ങനെ വാങ്ങിക്കണ്ട, നമുക്ക് പെട്ടിയൊന്നും കിട്ടിയിട്ടില്ലല്ലോ, പിന്നെ വെറുതെ വാങ്ങിയിട്ട് എന്നാ വേണ്ടതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പറഞ്ഞ വാങ്ങിക്കുന്നില്ല, ഒന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നതാണ്. ഈ ചെറുതിന് തന്നെ ഉണ്ട് 10 ദിർഹംസ്. പിന്നെ അങ്ങനെ ഞാൻ എന്താ കിച്ചൺ ടവലുണ്ടല്ലോ, അത് ഒരു സെറ്റ് എടുത്തിട്ടുണ്ട്. അതിൽ എത്രയാണ് വരുന്നതെന്നൊന്നും എനിക്കറിയില്ല. പിന്നെ നല്ല നോക്കിയിട്ട് വാങ്ങിച്ച്. പിന്നെ ഇവർ തിരക്കാക്കുന്നുണ്ട്, ഒന്നാമത് എന്താ പറയുക ലേറ്റായി പോയില്ലേ. പിന്നെ അങ്ങനെയാണ് വാങ്ങിയതിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ഒരു വീഡിയോയിലായിട്ട് കാണിക്കാം, അതാണ് നല്ലത്. കിച്ചൺ ടവലെല്ലാം പിന്നെ നോക്കിയിട്ട് തന്നെ എടുക്കണം. പിന്നെ അങ്ങനത്തത് ഞാൻ നാട്ടിൽ നിന്ന് ഉപയോഗിക്കലുണ്ട്, അപ്പോൾ എനിക്ക് നല്ലതായിട്ട് തോന്നിയത്. അങ്ങനെ ഇതാ ഇനി ചോക്ലേറ്റ് അതോ ഇതെല്ലാം ഇങ്ങനെ പരതി എടുക്കൽ തന്നെ ഒരു തലവേദന, നിറപ്പേ തലവേദനയാണ്. കുറേ കാണുമ്പോൾ അത് എടുക്കണ്ടെന്ന് നമുക്ക് തിരിയില്ല. എനിക്ക് പ്രത്യേകിച്ചിട്ട് അങ്ങനെയാണ്, കുറേ കണ്ടാൽ ആകെ കൺഫ്യൂഷനായിരിക്കും. അങ്ങനെയെല്ലാം കഴിഞ്ഞിട്ട് പുറത്തിറങ്ങി. പിന്നെ അങ്ങനെ ഇവരൊരു ചായ കുടിക്കണം എന്നിട്ട് ഒരു കടയിൻ്റെ മുന്നിൽ നിർത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് പഴംപൊരിയും പിന്നെ എന്താണ് എന്തോ ഒരു അരച്ചിപ്പത്തിരിയായിട്ട് മാറ്റം അങ്ങനെ വാങ്ങിയിട്ടുണ്ട്. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഇത്രയൊക്കെയുള്ളൂ കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോയിലായിട്ട് വീണ്ടും കാണാം. ബൈ ബൈ.